നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തഅല്ലമൂ മിൻ അൻസാബിക്കും മാ തസിലൂന ബിഹി അർഹാമക്കും. നിങ്ങളുടെ കുടുംബക്കാർ ആരൊക്കെയാണ് എന്ന് നിങ്ങൾ പഠിച്ചു മനസ്സിലാക്കി വെക്കണം. തഅല്ലമൂ എന്നാണ് പറഞ്ഞത്, പഠിക്കണം. എന്തിനാണത്? മാ തസിലൂന ബിഹി അർഹാമക്കും. കാരണം കുടുംബബന്ധം ചേർക്കൽ ഇസ്ലാമിലെ അതിമഹത്തായ ഇബാദത്താണ്. ആ ഇബാദത്ത് ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം. എൻ്റെ കുടുംബക്കാർ ആരാണ് എന്നറിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവരുമായി ബന്ധം ചേർക്കുക? അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ കുടുംബങ്ങൾ, നമുക്ക് ചേർക്കൽ നിർബന്ധമായിട്ടുള്ള കുടുംബങ്ങളെ സംബന്ധിച്ചെങ്കിലും കൃത്യമായി അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ചുള്ള ബോധം നമ്മുടെ മക്കൾക്കും നമ്മുടെ ഇണകൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾ പകർന്നു കൊടുക്കുകയും വേണം. അതിലൂടെ പരലോകത്തെ നേട്ടം മാത്രമല്ല, ഈ ലോകത്തിലും എമ്പാടും ഖൈറുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖി ഔ യുൻസഅ ലഹു ഫീ അഥരി ഫൽയസിൽ റഹിമഹു. നിങ്ങളിൽ ആരെങ്കിലും ആയുസ് നീട്ടിക്കിട്ടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഉപജീവനത്തിൽ വിശാലത ലഭിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുടുംബബന്ധം ചേർക്കട്ടെ എന്നാണ്. അപ്പോൾ കുടുംബബന്ധം ചേർക്കുന്നതിലൂടെ ആയുസ്സിൽ വർധനവുണ്ടാകുന്നു, ഉപജീവനത്തിൽ ബറക്കത്തുണ്ടാകുന്നു. പലരും ഭയപ്പെടുന്നത് കുടുംബബന്ധം ചേർത്താൽ അവരുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടാൽ തങ്ങളുടെ സാമ്പത്തികമായ വിഷയങ്ങളിൽ കുറവ് സംഭവിക്കും എന്ന് കരുതിയിട്ട് അനങ്ങാതെ മിണ്ടാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. കാരണം കുടുംബബന്ധം ചേർത്താൽ തനിക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നാണ് അയാൾ കരുതുന്നത്. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് നേരെ തിരിച്ചാണ്. നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം, അവരെ സഹായിക്കണം, അവരുമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾ എപ്പോഴും നനവോടുകൂടി നിലനിർത്തണം. എങ്കിൽ നിങ്ങളുടെ സമ്പത്തിൽ നിങ്ങൾക്ക് വർധനവുണ്ടാകും, നിങ്ങളുടെ ആയുസ്സിലും ബറക്കത്തും ദൈർഘ്യവും ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് കുടുംബബന്ധം ചേർക്കുന്നവരായിരിക്കണം ശരിയായ വിശ്വാസികൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.